എടാ ഞാൻ പറഞ്ഞതിനെക്കൊണ്ടൊന്നും വിചാരിക്കരുത്. എടാ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ അയച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എന്റെ ഭാര്യ നാട്ടിൽ കിടന്ന് അവിഹിതം നടത്തുന്നു. എടാ ഞാൻ ഇതിനെപ്പറ്റി അവളോട് കുറെ സംസാരിച്ചാ. ഇപ്പൊ എനിക്ക് സംശയം തൊട്ട് എന്റെ കോള് പോലും എടുക്കുന്നില്ല. ഇതിങ്ങനത്തെ ടീമിന്റെ സ്ഥിരം നമ്പറാണ്. എന്തെങ്കിലും നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് നമ്മളെ വില ഇട്ടാല് അവർക്ക് അങ്ങ് എസ്കേപ്പ് ആയാലോ. എടാ ഇനി ഓള് ശരിക്കും പൊട്ടനാക്കുവാന്ന്. അവനക്ക് അറിയാനിട്ടല്ല. പിന്നെ നീ പറഞ്ഞ ശരിയാണ്. ഞാൻ തന്നെ നാട്ടിലേക്ക് പോവാ. അതാ നല്ലേ. നീ പോയിട്ടെല്ലാം റെഡിയാക്ക്. എന്റെ മോനെ ഇന്ന് രാവിലെ അയാൾ പെട്ടെന്ന് കയറി വന്നേ. നീ ഇന്നലെ വരാത്തത് എന്തോ നന്നായി. എൻ്റെ ഇടയ്ക്കൊന്ന് ഫോണ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിന്. പക്ഷെ എൻ്റെ കരച്ചിലത് തിരിച്ചു തന്നു. പൊട്ടെ ഞാൻ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിക്കണോ? വേണ്ട, നീ തന്നത് ഞാൻ ഇതിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനക്കൊരു പേടിയുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അത് ജ്യൂസ് കലക്കിട്ട് അങ്ങ് കൊടുത്താൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് നീ എന്നെ ഇട്ടിട്ട് പോവാടാ. അങ്ങനെ ഞാൻ പോവേ. നിന്റെ കൂടെ വരാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അത് ഓർമ്മ വേണേ. അതൊക്കെ എനക്ക് അറിയാടി. എടാ അയാള് വന്നെന്നാ തോന്നുന്നേ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഇനി ഫോൺ വെച്ചോ. ഓൾ ദ ബെസ്റ്റ്. ഏട്ടൻ വന്നാ ഇരിക്കും, ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. ദാ ജ്യൂസ് കുടിക്കേ. ഏട്ടൻ വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ഇനി പുറത്തു പോയി കഷ്ടപ്പെടുന്നു വേണ്ട. നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ജീവിക്കാം. വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് പലദോഷം പറയിപ്പിക്കുന്നത്? ഏട്ടൻ ഞാൻ ഇപ്പൊ വരെ. ഏട്ടൻ ജ്യൂസ് കുടിക്കേ. എടാ അയാൾ ഇപ്പൊ തീരൂ. ഓക്കെ ഞാൻ എന്റെ വീട്ടിന്റെ പുറകെ തന്നെ ഉണ്ട്. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്ത, ഭർത്താവിന് വിഷം നൽകി കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഭാര്യ അതേ വിഷം കഴിച്ചു മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ കാമുകനെ ബാംഗ്ലൂരിൽ വെച്ച് അല്പസമയം മുന്നേ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി നമ്മുടെ റിപ്പോർട്ടർ സുരേഷ് ലൈനിലുണ്ട്. സുരേഷ് പറയൂ. സുരേഷ്, എന്താണ് സംഭവിച്ചത്? പറയൂ. ഈച്ചയുടെ ജ്യൂസ് അവള് കുടിക്കണ്ട. അവൾ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. ഈച്ച വീണ് ഭാഗത്ത് എങ്ങനെ കളയാ? തേച്ചും കുടിച്ചാ എങ്ങനെയുണ്ട് ജ്യൂസ്? നല്ല ജ്യൂസാ, നീയും കുടിച്ചോ.